അപ്പോൾ കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം, യൂറോപ്പിലുള്ള ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾ എന്ത്? ഈ ടൂറിസം നമുക്ക് ഇന്റർനാഷണൽ ടൂറിസം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടണം. ഈ സർക്കാർ തന്നെയാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, ഫെയർ തീരുമാനിക്കുന്നത്, നമുക്ക് എത്ര ഫൈൻ അടിക്കണം, ഇതെല്ലാം സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ആരാണത് മനസ്സിലാക്കേണ്ടതും സഹായിക്കേണ്ടതും? സർക്കാരല്ലേ. അത് ചെയ്യാതെ നമ്മളെ ഏത് രീതിയിൽ ഇത് നിർത്തിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. ഇറ്റലിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? അവരിങ്ങനെ ഇന്റർനെറ്റ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെയുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? കേരളത്തിൽ നമുക്ക് ടൂറിസം ഭയങ്കരമായിട്ട് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിൽ റേറ്റ് കൂടുതലാണ്. ഈ മിനിമം പാരീസിലെ ഹോട്ടലിന്റെ റേറ്റ് ആണ് കേരളത്തിലെ ഹോട്ടലിന്റെ റേറ്റ്. ഫ്രാൻസിൽ നിന്ന് 1,00,000 പേര് അടുത്ത കൊല്ലം ഇവിടെ സന്ദർശിക്കുന്ന ഒന്ന് ഇതോടെ ഫ്രാൻസിൽ നിന്നുള്ള ടൂറിസം രക്ഷപ്പെടും, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള ടൂറിസം ഇതോടെ തീരും. കേരളത്തിൽ കാരവൻ ടൂറിസം നടപ്പിലാക്കും. അപ്പൊ ആ കാരവാന്, അങ്ങനെയുള്ള കാരവാൻസിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കൊടുക്കണം, പ്രൈവറ്റ് വണ്ടിയുടെ ടാക്സേ മേടിക്കും. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു ഒഫീഷ്യലിന് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകണമെന്നില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് കാറെ പോയ റൈറ്റ് ട്രാക്ക് പിടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്? ഇതിപ്പോൾ ഞാൻ കണിയാനാണോ? ഞാൻ എങ്ങനെ അറിയും? ഞാൻ രാത്രിയിലാണ്, ഞാൻ എങ്ങനെ അറിയും? സർക്കാർ നമുക്ക് കോമ്പൻസേഷൻ തരണം, ടോൾ റോഡി. അതാണ് ഇവിടുത്തെ നിയമം. ഇവിടെ ഉണ്ടോ? സാധാരണ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റികളൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇവിടെ ബസ് സർവീസ് നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 12 വർഷങ്ങളായി അദ്ദേഹം ഇറ്റലിയിൽ ജോഷ് ടൂർസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഇതിനേക്കാൾ വലിയ കാര്യം, 35ലധികം രാജ്യങ്ങളിൽ അദ്ദേഹം ട്രാവൽസുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ബസ്സുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം, യൂറോപ്പിലുള്ള ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായൊരു ചർച്ചയാണ്. സ്വാഗതം. സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇവിടെ ഒരു 4-5 ബസ് സർവീസുകളുണ്ടായിരുന്നു. നമ്മൾ വരവേൽപ്പ് സിനിമയൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബസ് സർവീസ് നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്താണ്? അതിനുശേഷം അങ്ങോട്ട് പോകാനുണ്ടായ കാര്യം എന്താണ്? അയ്യോ, അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ ആദ്യം 89-ലാണ് ബസ് സർവീസ് വരുന്നത്. ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ കാലത്താണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുന്ന ആ കാലത്തൊക്കെ ബസ് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ സർക്കാർ തന്നെയാണല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, ഫെയർ തീരുമാനിക്കുന്നത്, നമുക്ക് എത്ര ഫൈൻ അടിക്കണം, ഇതെല്ലാം സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് അവസാനം ഉണ്ടായിരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ, എനിക്ക് കഞ്ഞിക്കുഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പാലായി വരുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. പൗർണമി എന്ന് പറഞ്ഞൊരു വണ്ടി ഞാൻ മേടിച്ച് സെൻറ് തോമസ് ആക്കി സർവീസ് നടത്തിയ ആ വണ്ടികൾ എന്ന് പറഞ്ഞാൽ, അത് നിർത്തിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണം. ഒന്ന്, കട്ടപ്പന മുതൽ ഞങ്ങൾ ഏലപ്പാറ മുതൽ വാഗമണ് വരെയുള്ള റൂട്ട് അന്ന് കാലത്ത് അത് എസ്റ്റേറ്റ് റോഡാണ്. അപ്പോൾ ആ എസ്റ്റേറ്റ് റോഡിൽ ഈ എസ്റ്റേറ്റ് സർക്കാരിന് എഴുതി കൊടുക്കാത്തതുകൊണ്ട് ഇവരത് ടാർ ചെയ്യില്ല. അപ്പോൾ ആ റൂട്ടിൽ കൂടെ നമ്മൾ ഈ എന്നും പ്ലേറ്റ് ഒടിഞ്ഞാണ് വരുന്നത്. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ സർവീസ് നടത്തിക്കൊണ്ട് വരുമ്പോൾ, നമ്മൾ പാലായി നിന്ന് ഈരാറ്റുപേട്ട വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഞങ്ങളുടെ താലക്കൽ ഒരു വാഗമണ്ണൊരു സർവീസ് പോകും. അപ്പം അത് പെർമിറ്റൊന്നും ഉള്ളതല്ല, കുറേ നാൾ ഓടിയല്ല. നമ്മളൊരു 2 ദിവസം ഓടി 2 ആൾ കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ തലക്കൽ ആ വണ്ടി ഓടാൻ തുടങ്ങും. അങ്ങനെ അത് കുറച്ച് നാളായി. പിന്നെ ഈ പ്ലേറ്റ് ഒടിയുന്നതും റോഡില്ലാതെയും വന്ന് അത് നിർത്തി. പിന്നെയാണ് വരുന്നത് കട്ടപ്പന, കോട്ടയം എറണാകുളം കമാൻഡോ എന്ന് പറഞ്ഞൊരു വണ്ടി. അതായിരുന്നു എൻ്റെ ലാസ്റ്റ് വണ്ടി. അത് കോട്ടയത്ത് നിന്ന് കല്ലറ വഴി വന്ന് വൈക്കത്ത് നിന്ന് എറണാകുളം പോകുന്നതാണ്. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, രാവിലെ ഇവിടുന്ന് 6:20 ഇവിടുന്ന് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യണ്ട. ഒരു 3 ദിവസം ഈ വണ്ടി ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ KSRTCയുടെ ചെക്ക് ഇൻസ്പെക്ടർമാരുണ്ട്, ഇവർ നോക്കി നിൽക്കും. എന്നുവെച്ചാൽ 3ാമത്തെ ദിവസം നമ്മൾ സൗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ തലയ്ക്ക് കറക്റ്റ് ഒരു KSRTC അവിടെ പിടിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ ഇതങ്ങ് വിട്ടുപോകും. അപ്പം നമുക്ക് ഈ വണ്ടി അവരുമായിട്ട് കോമ്പറ്റ് ചെയ്ത് നമുക്ക് വൈക്കം വരെ സെയിം റൂട്ടിൽ നമുക്ക് വിട്ടു പോകാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് പാസിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ആ പാസിംഗ് ടൈം വരുമ്പോൾ നമുക്ക് പോകാൻ ഒക്കെയില്ല. നമുക്ക് പോകാതെ വരുമ്പോൾ ഇവർ ആളെടുത്തുകൊണ്ട് പോകും. അപ്പം അങ്ങനെ ഈ വണ്ടി ആൾ കുറയാൻ തുടങ്ങി. പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുമ്പോഴും ഈ വൈക്കം സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ 10:01 ഞങ്ങൾ പോകണം. 9:59 ആകുമ്പോൾ ഞങ്ങളുടെ തലയ്ക്ക് ഒരു KSRTC ഇങ്ങോട്ട് വിടും. ഈ KSRTC ആയിട്ട് നമുക്ക് കോമ്പറ്റ് ചെയ്ത് പോരാൻ പറ്റും. അതാണല്ലോ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു നാച്ചുറലായിട്ട് കോമ്പറ്റ് ചെയ്ത് നല്ല സർവീസ് കൊടുത്ത് ആളിനെ കയറ്റുക എന്നുള്ളതാണ്. ഇത് 10:01 നമ്മുടെ വണ്ടി പറഞ്ഞാൽ 9:59 ഒരു KSRTC വിടും. ചമ്പക്കര പാസിംഗ് ടൈം ഉണ്ട്, ഞങ്ങൾക്ക് ഒപ്പിട്ടേ പോരാൻ പറ്റുള്ളൂ അന്നത്തെ കാലത്ത്. ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കോമ്പറ്റ് ചെയ്ത് വന്നാൽ ഈ വണ്ടി ഒരു 20-25 മിനിറ്റ് അഡ്വാൻസ് ചമ്പക്കര കയറി വരും. ചമ്പക്കര കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടിക്കും.
അപ്പം നമ്മുടെ ഒരു വ്യവസായം ചെയ്യുന്ന ആരായാലും, ഒരു ഓട്ടോറിക്ഷക്കാരനാണേലും, ഒരു ബസ്സാണേലും, ഒരു ലോറി ആണേലും, ഒരു ടിപ്പറാണേലും, അവൻ്റെ കൈ കെട്ടി വെച്ചേച്ച് നമുക്ക് ഒരു സഹായവും ചെയ്യാതെ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആരാണത് മനസ്സിലാക്കേണ്ടതും സഹായിക്കേണ്ടതും? സർക്കാരല്ലേ. അത് ചെയ്യാതെ നമ്മളെ ഏത് രീതിയിൽ ഇത് നിർത്തിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. അപ്പം അങ്ങനെയാണ് ഈ സർവീസ് കുറെ കഴിഞ്ഞപ്പോൾ നഷ്ടമായി. പിന്നെ ഞാനോടത്ത് എന്തിനാ ഇവിടെ ഇത് ചെയ്യുന്നത്? അത് നിർത്തി. അതായത് 2000 ഡിസംബർ 31 ഇത് സർവീസ് നിർത്തി ഞാൻ ഇവിടുന്ന് കയറി പോവുകയത്. ഇറ്റലിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? ഇറ്റലിയിലേക്കുള്ള യാത്ര 2000 എൻ്റെ വൈഫ് പോയി. അത് കഴിഞ്ഞ് ഞാൻ 2003 ഇവിടുന്ന് ഞാനും പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയാലോ, ഇവിടെ കച്ചവടമൊക്കെ ചെയ്ത ആളാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ ഗമയൊന്നും പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എന്ത് ജോലിയും ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോയിക്കൽ എന്ന് പറഞ്ഞൊരു ബേച്ചായിട്ട് നമ്മുടെ ഒരു വലിയ ആളെ പുള്ളി ഒരു ചൂലെടുത്ത് തന്നു ആദ്യം. അവിടെ സ്കോപ്പയും പല്ലേത്തി എന്ന് പറയും. അതായത് നമ്മൾ ഈ അടിക്കുന്ന ചൂലും ഈ മറ്റേ കോരുന്ന സാധനം. അപ്പോൾ നമുക്കിപ്പം ഞാൻ താമസിക്കുന്ന പോലെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ നട ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ റിസപ്ഷനിലിരിക്കണം. 9 മണി മുതൽ 5 മണി വരെ നമ്മൾ റിസപ്ഷനിലിരിക്കണം. അതിനു മുമ്പ് നമ്മൾ ഈ നട ക്ലീൻ ചെയ്യണം. ഇതാണ് ഞാൻ ആ ജോലി ഒരു 2-3 കൊല്ലം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എനിക്കിവിടെ ബസ് ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു, ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നു, നാഷണൽ പെർമിറ്റ് ലോറി ഉണ്ടായിരുന്നു, ചെറിയ ലോറികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് വേറെ ചെയ്യണം, ഈ ജോലിക്കകത്തുനിന്ന് മാറണം. അപ്പം അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു പരീക്ഷയുണ്ട്. അത് എഴുതിയിട്ട് ഞാൻ ഈ ആശുപത്രിയിൽ ജോലി കയറി. നേഴ്സല്ല, പക്ഷേ നേഴ്സുമായിട്ട് നമുക്കൊരു 200 യൂറോയുടെയൊക്കെ സാലറി വ്യത്യാസമുള്ളൂ. അത് ഞാൻ 7 കൊല്ലം ചെയ്തു. അപ്പം ആ 7 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൂറിസം. അത് ഞാൻ ആദ്യം ചിന്തിച്ചത് യൂറോപ്പിൽ നിന്ന് ആൾക്കാരെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ യൂറോ കേരള ടൂർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലോട്ട് 2 ട്രിപ്പ് ആളിനെ വിട്ട്. ഈ 2 ട്രിപ്പ് ഇവിടെ വന്ന് കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കരമായിട്ട്, അതായത് 2011 2010 ആ സമയത്ത് ഇവിടെ ഭയങ്കര ഹർത്താലും ബന്ധുവുള്ള സമയം. അവിടുന്ന് വന്നവർ എറണാകുളത്ത് വന്ന് അവർക്ക് മൂന്നാറിന് പോകണം, ബന്ധമായിപ്പോയി. അപ്പം എറണാകുളത്തെ ഹോട്ടലിൽ നിന്ന് അവർക്ക് വെക്കേറ്റ് ചെയ്യുകയും വേണം, മൂന്നാറിലോട്ട് പോകാൻ മാർഗവും ഇല്ല. അങ്ങനെ ആ ഒരു ട്രിപ്പിന് അതിനകത്ത് ആ ബന്ധു അനുബന്ധിച്ച് അങ്ങനെ വലിയ പ്രശ്നങ്ങളായി. രണ്ടാമതൊരു ട്രിപ്പിനെ വിട്ട് അത് വർക്കല വെച്ച് അവരുടെ ഒരാൾ തിരയെ പോയി. അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല, പിന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഞാനത് മനസ്സുമടുത്ത് അത് നിർത്തി. പിന്നെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കുറേ നാളിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇത് റിവേഴ്സ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ജോഷ് ടൂർസിലോട്ട് വരുന്നത്. അപ്പം ഞാൻ 20 വർഷമായിട്ട് റോമിലാണ് ബേസ് ചെയ്ത് താമസിക്കുന്നത്. ടൂറി വന്നിട്ട് 12 വർഷമായി. യൂറോപ്പിലെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ 35 രാജ്യത്തായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ട് പോയിട്ടുണ്ട്. ഈ എറണാകുളത്തൊക്കെ ഒരുപാട് നല്ല സെലിബ്രിറ്റികൾ എൻ്റെ കസ്റ്റമേഴ്സാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ബുഡാപെസ്റ്റിൽ പോയാലും വേറെ സ്വിറ്റ്സർലൻഡിൻ്റെ പല ഭാഗങ്ങളിൽ പോയാലും റുമേനിയയിൽ പോയാലും ഒക്കെ നമ്മൾ കാണുന്ന പല കാഴ്ചകളും, അല്ലെ റോമിലാണെങ്കിലും ഒക്കെ അവരിങ്ങനെ ഇൻ്റർനെറ്റ് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെയുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്വിറ്റ്സർലൻഡിൽ മൗണ്ട് ഇറ്റിൽസ് ഇന്ത്യക്കാരുടെ മൗണ്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഒരിക്കൽ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതെന്നാ നിൻ്റെ നാട്ടിൽ വല്ലോ ബോംബും വീണോ? ഞാൻ ചോദിച്ചാൽ അതന്നെ, ഞങ്ങൾ ഇന്ത്യക്കാർക്ക് തന്നെ ഇന്ന് 2600 ടിക്കറ്റ് ഇവിടുന്ന് ഇഷ്യൂ ചെയ്തു. 2600 ടിക്കറ്റ് മൗണ്ട് ഇറ്റിൽസിൻ്റെ മുകളിലോട്ട് ഇന്ന് ഇന്ത്യക്കാർക്ക് മാത്രം ഞങ്ങൾ ഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാ. കാരണം ഈ പണ്ടൊരു കാജലിൻ്റെയും ഒരു ഷാരൂഖ് ഖാൻ്റെയും സിനിമ വന്നപ്പോൾ പിന്നെ ഇന്ത്യയിൽ ഇത് ഭയങ്കര ഫേമസാണ്. അപ്പോൾ ഈ ജനം മുഴുവൻ കൂടെ, അപ്പം ഒരു ടിക്കറ്റിന് 97 യൂറോ എന്ന് ആലോചിക്കണം. 97 സ്വിസ് ഫ്രാങ്ക്. 97 സ്വിസ് ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ 107 യൂറോ വരും. എന്ന് പറഞ്ഞാൽ 10,000 രൂപ എടുത്ത് വരും. 10,000 രൂപ. അതുപോലെ തന്നെ ജുങ്ഫ്രാങ്കിൽ 210 സ്വിസ് ഫ്രാങ്കാണ്. എന്ന് പറഞ്ഞാൽ 220 235 യൂറോ വരും. എന്ന് പറഞ്ഞാൽ 9 18 ഒരു 24,000 യൂറോ വരും ഒറ്റ ടിക്കറ്റിന്. ആ ടിക്കറ്റ് നിങ്ങളൊന്ന് പോയി നോക്കി അറിയാം. അവിടെ നിൽക്കുന്ന ആൾക്കാർ ഒരു 80% ആൾക്കാരും ഇന്ത്യക്കാരാണ്. സ്വിറ്റ്സർലൻഡിലെ ടൂറിസം നോക്കിയാൽ, ബസ് നോക്കിയാൽ നമ്മൾ നല്ല ശതമാനം ആൾക്കാർ ഇന്ത്യക്കാരാണ്. അത് സ്വിറ്റ്സർലൻഡ് മാത്രമല്ല, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എല്ലായിടത്തും നമ്മൾ ആ യൂറോപ്പിൽ കാണുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെയുണ്ട്. നമുക്ക് ഹൗസ് ബോട്ട്, നമുക്ക് ഒരു 100-110 കിലോമീറ്റർ കൊണ്ട് നമുക്ക് കടലുണ്ട്. കടലിനകത്ത് നാച്ചുറൽ ലേക്കുണ്ട്. ലേക്ക് കഴിഞ്ഞ് നമ്മൾ കുമളി പോയാൽ നമുക്ക് ഫോറസ്റ്റ് ഉണ്ട്, നമുക്ക് ഡാമുണ്ട്, നമുക്ക് ആനയുണ്ട്, കുതിരയുണ്ട്, സർവമാന സാധനങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ?
കാരണം മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പണ്ട് ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി ഇപ്പം 20 വർഷമായി 20 വർഷമായി 20 വർഷത്തിന് മുമ്പ് നമ്മൾ കോട്ടയത്തൊക്കെ ചെന്ന് നമ്മൾ KSRTC സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം സാഹിബ് മതാന്മാർ ഇവിടെ വരുമായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ കാണുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ തന്നെ എറണാകുളത്ത് പണ്ട് ഞങ്ങൾ അവിടുന്ന് എറണാകുളത്ത് വരുമ്പോൾ എറണാകുളത്തോട് എന്തുമാത്രം യൂറോപ്യൻസിനെ കാണുമായിരുന്നു, അല്ലെ അമേരിക്കൻസിനെ കാണുമായിരുന്നു. നമ്മളിപ്പോൾ അങ്ങനെ ആൾക്കാരെ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്നാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ എൻ്റെ ഒരു ഞാനൊരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ട് ആനയെ കാണണം, അല്ലെങ്കിൽ തേയിലത്തോട്ടം കാണണം, തേയിലത്തോട്ടത്തിൽ താമസിക്കണം, കടുവ പുലിയൊക്കെ കാണണമെങ്കിൽ കേരളത്തിൽ വരണം. ശ്രീലങ്കയിൽ അന്ന് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇപ്പം ഇതെല്ലാം, അതായത് നമ്മളിപ്പോൾ ഒരു ഇറ്റലിയിൽ നിന്ന് തന്നെ നമുക്കൊരു എൻക്വയറി വരിക, നമുക്കൊരു 10 ദിവസത്തെ ഒരു പാക്കേജിന് നമ്മൾ കൊടുക്കുന്ന ഒരു റേറ്റ് എല്ലാ കാര്യങ്ങൾക്കും കേരളത്തിൽ റേറ്റ് കൂടുതലാണ്. ഈ മിനിമം പാരീസിലെ ഹോട്ടലിൻ്റെ റേറ്റാണ് കേരളത്തിലെ ഹോട്ടലിൻ്റെ റേറ്റ്. ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയില്ല, സത്യം ഞാൻ പറയുന്നത്. പാരീസിൽ ഒരു 4 സ്റ്റാർ ഹോട്ടലിന് കൊടുക്കുന്ന ഏകദേശം റേറ്റ് വേണം നമുക്ക് കേരളത്തിലൊരു വിദേശിയെ താമസിപ്പിക്കാൻ പറ്റിയ ഒരു ഹോട്ടലിന് അത്ര റേറ്റ് വരും. അപ്പം നമ്മളൊരു 10 ദിവസത്തെ കേരള പാക്കേജ് കൊടുക്കുമ്പോൾ ഒരു തായ്ലൻഡുകാരനോ ഒരു ശ്രീലങ്കക്കാരനോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തോട്ടുള്ള ഒരു പാക്കേജ് അവന് 20 ദിവസത്തെ ടൂർ കൊടുക്കും. പറഞ്ഞു മനസ്സിലായി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കൂട്ടത്തിൽ അന്ന് വന്ന ഒരു പാർട്ടി അന്ന് ഇവിടെ വരുന്നത്, അന്ന് നമ്മുടെ ഈ ബാറൊക്കെ നിരോധിച്ചിരിക്കുന്ന സമയമാണ്. അപ്പം യൂറോപ്യൻസിനെ സംബന്ധിച്ച് പൊതുവെ വീനോ അൽ താവളോ എന്ന് പറയും ഇറ്റാലിക്കാരെ സംബന്ധിച്ച്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ വൈൻ വേണം. അത് നമ്മുടെ ഈ വൈനല്ല, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാസ് വൈനാണ്, പള്ളി വൈനാണ്, മധുരമുള്ളത്. യൂറോപ്യൻസ് ഈ മധുരമുള്ള വൈൻ അവർക്ക് അറിയാൻ പോലും മേല. അപ്പം അവർ ഫുഡ് കഴിക്കുമ്പം അത് വൈൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ വൈൻ നമ്മൾ കഴിക്കുന്ന പോലെ കുപ്പി അടിച്ച് തീർക്കുകയല്ല. അവരൊരു 30 ml 60 ml മാത്രമേ വൈൻ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുള്ളൂ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ജോഷി ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ബിയർ വേണം അല്ലെ വൈൻ വേണം. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, പോളെ ഇത് എന്നാ ചെയ്യുന്നത്? അപ്പോൾ സാറേ ഇവിടെ ഒരു രക്ഷയില്ല, ഒന്നെങ്കിൽ അവിടെ പോയി കള്ള് കുടിച്ചേച്ച് വന്ന് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചേച്ച് അവിടെ ചെന്ന് വൈൻ കഴിക്കണം. ഇത് ടേബിളെ കിട്ടുന്ന സാഹചര്യമില്ല. ഇത് ഞാനൊരു 10 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്, ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ നമുക്ക് ടൂറിസം ഭയങ്കരമായിട്ട് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്ററോ 2 ടൂർ ഓപ്പറേറ്ററോ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഗവൺമെൻറ് ഒരുപാട് പോളിസി മാറ്റം വരുത്തണം, എന്നാൽ മാത്രമേ ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ട് വലിയൊരു ചർച്ച ഞാൻ കണ്ടു. അപ്പൊ ആ ചർച്ചയിൽ മുഹമ്മദ് റിയാസ് ഇങ്ങനെ വലിയ തോതിൽ ആളുകളുടെ അടുത്തൊക്കെ അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിട്ട് തന്നെ ഇപ്പൊ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കാരണം ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു നാച്ചുറൽ റിസോഴ്സസ് വളരെ ധാരാളമുള്ളൊരു സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മളത് ഒട്ടും യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു ആളുകൾ കൂടിയാണ്. എന്തൊക്കെയാണ് അതിനകത്ത് നമുക്ക് പറയാനുള്ളത്? അങ്ങനെ പറയാനാണെങ്കിലുണ്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങരയും ഒരുപാട് ലോകം മുഴുവൻ പോയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ യൂറോപ്പ് മുഴുവൻ ബൈ ലാൻഡ് പോയിട്ടുള്ള ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ സന്തോഷ് ജോർജും പ്ലാനിംഗ് ബോർഡിലുണ്ട്. പക്ഷേ എന്തെങ്കിലും മാറ്റം വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. പുള്ളി പറയാഞ്ഞിട്ടല്ല, അത് ഉറപ്പാണ്. മാറ്റം വരുന്നില്ലെന്നുള്ളത് വേറൊരു കാര്യം. അപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ഞാനുമായിട്ടുള്ള വ്യത്യാസം, പുള്ളി ലോകം മുഴുവൻ പോയിട്ടുള്ളത്, പുള്ളി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, അല്ലെ ടൂർ ഗ്രൂപ്പുകളിൽ പോകുന്നു. ആ ടൂർ ഗ്രൂപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം എനിക്ക് ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ചെയ്യുമ്പം എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നു എന്ന് ഒരു പക്ഷേ പുള്ളിയെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റും. പുള്ളി യാത്ര ചെയ്യുന്നയാളും ഞാൻ യാത്ര കൊണ്ടുപോകുന്നയാളും അത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എനിക്ക് പറയാം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഒരിക്കൽ നമ്മുടെ ഒരു യൂട്യൂബിൽ നമ്മുടെ ഒരു പഴയ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു ഡയറക്ടർ, എനിക്ക് രൂപേഷ് കുമാർ എന്ന എൻ്റെ ഓർമ്മയാണ്, ഞാൻ 2 കൊല്ലമായി. അപ്പം ഇവിടെ ഇങ്ങനെ റെസ്പോൺസിബിൾ ടൂറിസത്തെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ഇങ്ങനെ പുള്ളി ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ഈ പുള്ളിയുടെ നമ്പർ തപ്പിയെടുത്ത് പുള്ളിയുടെ ഓഫീസിൽ ഒരു 5-10 പ്രാവശ്യം ഒരു ദിവസം ഒരു 5-10 പ്രാവശ്യം വെച്ച് ഒരു 5-6 ദിവസം വിളിച്ചിട്ട് ഈ നമ്പറിൽ ആരും എടുക്കുന്നില്ല. കുറേ കഴിഞ്ഞ് ഈ ഓഫീസ് ഞാൻ തപ്പി പഠിച്ചു. ഓഫീസിലെ ലാൻഡ് നമ്പർ വിളിച്ചപ്പം ഒരു ലേഡി എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഡീസൻ്റായിട്ടൊക്കെ പെരുമാറി. പുള്ളിക്കാരത്ത് എന്നോട് പറഞ്ഞു പുള്ളിയുടെ നമ്പറൊക്കെ മാറി, ഇതല്ല എന്ന് പറഞ്ഞ് പുള്ളിയുടെ പേഴ്സണൽ നമ്പർ തന്നു. ഞാൻ പുള്ളിയെ വിളിച്ചോരിക്കുക. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാർ ഇങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് പറഞ്ഞുതരാൻ പറ്റും, താൻ എനിക്കിതെല്ലാം കൂടെ ഒരു വീഡിയോ ഇട്ട് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ 2 വീഡിയോ ഉണ്ടാക്കി പുള്ളിക്ക് അയച്ചു കൊടുത്തു. ഒരു 3-4 കൊല്ലം മുമ്പാണ്. ഇന്ന് വരെ പുള്ളി അത് നോക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഞാൻ പേര് ചെയ്തല്ലേ പറയുന്നത്, അതാണ് റെസ്പോൺസിബിൾ ടൂറിസം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികൾ വരണം, നല്ല റോഡുകൾ വരണം, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമുക്കിപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും
ഒരു റൂട്ട് യാത്ര ചെയ്യുമ്പം നമ്മുടെ ആൾക്കാർക്ക് ഇറങ്ങി വൃത്തിയായിട്ടൊന്ന് പോകാൻ പറ്റിയ ടോയ്ലറ്റ് സൗകര്യം വേണം. ഇനി ഒന്നുമില്ലെങ്കിൽ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ടൂറിസം കൊണ്ടുപോകാം. ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ പോകുമ്പോൾ 3.5-4 മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. നമുക്കൊരു എവിടെയായി ഈ വണ്ടി ഒന്ന് നിർത്തി നമുക്ക് ആൾക്കാരെ ഒന്ന് സർവീസ് സെൻ്റർ എന്ന് ഞങ്ങളുടെ ഇവിടെ പറയും, ചന്ദ്ര സർവീസ് എന്ന് പറയും. അപ്പം നമുക്കൊന്ന് ഇറങ്ങി നമ്മളെല്ലാവർക്കും കൂടെ ഇറങ്ങി ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് ഒരു കാപ്പി കുടിച്ച് വൃത്തിയായിട്ട് കയറി വരാൻ പറ്റിയ ഏത് സ്ഥലമുള്ളത്. പിന്നെ ഒരു കാര്യമാണ് ഞാൻ പറയാം, ഈ ടൂറിസം നമുക്ക് ഇൻ്റർനാഷണൽ ടൂറിസം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് കോമ്പറ്റ് ചെയ്യുമ്പം അവർക്ക് ചെയ്യാൻ പറ്റുന്ന റേറ്റിലോട്ട് നമ്മുടെ ടൂറിസം മാറണം. ഇത് രണ്ടും ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ടൂറിസത്തിൻ്റെ റേറ്റ് കൂടി പോകുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ 10 ദിവസം ഇന്ത്യയിലെ പാക്കേജ് കൊടുക്കുമ്പോൾ 20 ദിവസത്തെ തായ്ലൻഡും ശ്രീലങ്കയും കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 55 സീറ്റിൻ്റെ ഒരു ബസ്സിൻ്റെ ഇറ്റലിയിലെ 1 ഇയർ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം, ഇപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, 1400 യൂറോയാണ്. 1 ഇയർ ടാക്സ് എന്ന് ആലോചിക്കണം, 1400 യൂറോയാണ്. അതേസമയം ഇവിടെ ഒരു വർഷത്തെ 48 സീറ്റ് ഒരു ബസ്സിൻ്റെ ടാക്സ് എൻ്റെ അറിവിൽ ഏകദേശം ഒരു 1,40,000-1,40,000 1,50,000 ഇടയ്ക്കായിരിക്കും. ഈ 1400 രൂപ എന്ന് നമ്മൾ പറയുന്ന ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കുന്ന ഒരു ബസ് ഇന്ന് ഒരു ദിവസം ഓടുന്നത് 1100 യൂറോയ്ക്കാണ്. സർവ്വ ചെലവും കഴിഞ്ഞ് അവന് നെറ്റ് ബാലൻസ് ഏറ്റവും കുറഞ്ഞൊരു 500 യൂറോ ഉണ്ട്. 3 ദിവസത്തെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് വണ്ടിക്ക് 3 മാസം അവന് ഓടുന്ന ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ റേറ്റ് വെച്ച് എങ്ങനെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റും? പിന്നെ ടാക്സ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം എൻ്റെ ഒരു സഫാരി വണ്ടി ചെയ്യാൻ പറ്റും, എൻ്റെ 2-3 വർഷമായിട്ട് ഇരിപ്പുണ്ട്. ഈ വണ്ടിക്ക് ഇപ്പം ഞാൻ വിറ്റപ്പം എനിക്ക് ഫൈൻ അടയ്ക്കേണ്ടി വന്നേണ്ട 5,500 രൂപയാണ് ഞാൻ ഫൈൻ അടച്ചത്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത ഡീസലിൻ്റെ പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ വണ്ടി ഓടിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു കോഴിക്കോട് പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ഫൈനൂടെ കിട്ടിയ എത്ര രൂപയായി? 1,500 രൂപയാണല്ലോ അടിക്കുന്നത്, അല്ല 2,000 രൂപ അടിച്ചു. ഇതടിച്ചാൽ ഈ കാശ് എവിടുന്ന് നമ്മളുണ്ടാക്കും? ഇപ്പം എന്നെ സംബന്ധിച്ച് എന്നെപ്പോലെ ഉള്ള എന്ന് പറഞ്ഞാൽ ഇതൊരു തൊഴിലായിട്ട് കൊണ്ടു നടക്കാതെ നമ്മൾ സ്വന്തം വണ്ടി കൊണ്ട് കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഓടുന്നൊരു വണ്ടി, 10,000 രൂപയ്ക്ക് ഒന്ന് കോഴിക്കോട് പോരുന്ന വണ്ടി, ആ വണ്ടിക്ക് അവൻ്റെ സത്യം പറഞ്ഞാൽ അവനൊരു ബാലൻസ് കിട്ടുന്ന ഒരു 3,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ ഒരു 2,500 രൂപയെ കൂടുതൽ ഇന്നത്തെ കാലത്ത് ബാലൻസ് കിട്ടിയില്ല. ഇതിനകത്തുനിന്ന് ഒരു ഫൈൻ 2,000 രൂപ പോയാൽ പിന്നെ അവൻ്റെ ഈ ഒരു ദിവസത്തെ ഓട്ടം മുഴുവനും ഈ വണ്ടിക്ക് മുടക്കിയ കാശും ഇതുകൊണ്ട് അവൻ എത്ര രൂപ വീട്ടിൽ കൊണ്ടുപോകും? എങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയ ഒരാൾ ജീവിക്കും? ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ടെമ്പോ ഓടിക്കുന്ന ഒരാൾ, ഒരു ദിവസം ആ ആൾ 5,000 രൂപയ്ക്ക് പണിയെടുക്കുന്നത് വെച്ചാൽ ഡീസലിൻ്റെ കോസ്റ്റ് ഉൾപ്പെടെ ഈ 5,000 രൂപ ഓടിക്കുമ്പോൾ അയാൾക്ക് 500 രൂപ കിട്ടുകയും സർക്കാർ അത് ഏതായിക്കോട്ടെ, ഇപ്പോൾ ഇടതായാലും വലതായാലും സെൻറ്റർ ആയാലും ആരായാലും, ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഈ കാശ് മുടക്കി കുടുംബം പുലർത്താൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് അല്ലെ ഒരു ഓണർക്ക് വൈകുന്നേരം 500 രൂപ കിട്ടുകയും ഈ വണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടുമ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ് ലെവലിലോട്ട് 2,000 രൂപയും കിട്ടുകയും ചെയ്താൽ എങ്ങനെ ഒരാൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 5-6 ബസ് സർവീസ് ഇവിടെ നടത്തി ഇവിടുന്ന് ഒരു രക്ഷയില്ലാതെ വിട്ടുപോയ ഞാൻ. അതിനകത്ത് വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞാനൊരു പാർട്ടിയെ കൊണ്ട് ഇങ്ങനെ സ്വിറ്റ്സർലൻഡിൽ കൂടെ പോകുമ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പം ഇറ്റാലിയൻ നമ്പറാണ്, അറിയില്ലാത്ത നമ്പറാണ്. ഞാൻ ചോദിച്ചത് ഇതാരാ? ജോഷേട്ടാ എന്നെ അറിയല്ലേ? അപ്പം ഞാൻ ചോദിച്ചു ഇതാരാ? ഞാൻ സേവിയറാ. ഞാൻ പറഞ്ഞത് സേവിയറൊന്നും എനിക്ക് മനസ്സിലായില്ല. ജോഷേട്ടൻ്റെ കമാൻഡോ വണ്ടിയുടെ പുറകെ വൈക്കങ്കോട്ടയായിട്ട് ഓടിക്കൊണ്ടിരുന്ന മറ്റേ സേവിയേഴ്സ് എന്ന് പറഞ്ഞ ബസ് എൻ്റെ ഇപ്പം സേവിയർ കണ്ടാൽ എന്നെ പറയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആ സേവിയറുടെ ഓണറാ. ഞാൻ ചോദിച്ചു നീ എന്നാ ഇവിടെ വന്നേ? ജോഷേട്ടാ ഞാനിവിടെ വന്നിട്ട് 5-6 കൊല്ലമായി, എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് ജോഷേട്ടൻ നമ്പർ കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്നറിയോ? ആ സമയത്ത്, അതായത് ഒരു 95 മുതൽ 2000 വരെ എൻ്റെ കൂട്ടത്തിൽ ബസ് സർവീസ് ഉണ്ടായിരുന്നതിൽ 7 പേര് ഇപ്പം ഞങ്ങൾ ഇറ്റലിയിൽ ഈ പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ഞാൻ ബിസിനസ് ചെയ്യുന്നു, ബാക്കിയുള്ളവർ ഇറ്റലി വന്ന് ജോലി എടുത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്നത്തെ കാലത്ത് ഒരു പുത്തമ്പണ്ടി ഇറക്കണേ 1.5 ലക്ഷം രൂപ വേണം. ഈ 1.5 ലക്ഷവും 12 ലക്ഷം പെർമിറ്റ് ചെയ്ത് മേടിക്കും, അതിൽ കൂടുതലാവും. അപ്പോൾ 10ഉം 12ഉം 15 ലക്ഷം രൂപ മുടക്കി അന്ന് ഇവിടെ ബിസിനസ് നടത്തി 7 പേര് എനിക്കറിയാവുന്നവർ ഇപ്പോൾ ഇറ്റലിയിലുണ്ട്. അപ്പോൾ എത്രയോ പേര് വേറെ, അപ്പോൾ എത്രയോ പേര് ഏതെല്ലാം രാജ്യത്ത് പോയിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇവിടുന്ന് അതിനുള്ളൊരു സഹായം കിട്ടുന്നില്ല.
അതാണ് അതിൻ്റെ പ്രധാന കാരണം. പക്ഷേ മുഹമ്മദ് റിയാസൊക്കെ ഇപ്പോൾ പറയുന്നത് ജോഷിനെ കേൾക്കുമ്പോൾ ചിരി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫ്രാൻസിൽ നിന്ന് 1,00,000 പേര് അടുത്ത കൊല്ലം ഇവിടെ സന്ദർശിക്കുന്ന അത് അങ്ങനെ വന്നാൽ നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ വരുന്നതും നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊരു കാര്യം, അങ്ങനെ വന്നാലും നല്ലതാണ്, വരുന്നതും നല്ലതാണ്. വന്നാൽ ഒരു ഗുണമുണ്ട്, 2 ഗുണമുണ്ട്. ഒന്ന്, ഇതോടെ ഫ്രാൻസിൽ നിന്നുള്ള ടൂറിസം രക്ഷപ്പെടും. അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നുള്ള ടൂറിസം ഇതോടെ തീരും. അല്ല, അത് ഞങ്ങളുടെയൊക്കെ അനുഭവം അതാ. ഇപ്പം ഞങ്ങളൊരു പാർട്ടി എടുക്കുകയെന്ന് വെച്ചു, ഞങ്ങൾക്കൊരു ഇപ്പോൾ ഇവിടുന്ന് ഒരു സെലിബ്രിറ്റി വരുന്നു, അല്ലെ ഒരു ഗ്രൂപ്പ് വരുന്നു, ഒരു 10 ദിവസം ടൂർ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നു. അപ്പം ഈ 10 ദിവസം ഇവർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉറങ്ങുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരേ ഹോട്ടലിൽ കിടക്കുന്നു, ഒരേ റൂട്ടിൽ പോകുന്നു. ഇവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടാകുന്നു. അതേസമയം ഇവർ ഈ ടൂറിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇവർ ഈ ആദ്യത്തെ ദിവസം മുതൽ ഇവരിങ്ങനെ കിരണ്ടോണ്ടിരിക്കും. അവസാനത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ പോകാൻ നേരത്തെ നമുക്കൊരു കൈതരവുണ്ട്. ആ തൈരവിൽ അറിയാം. പക്ഷെ നമ്മുടെ അവിടെ വരുന്ന ഒരാളും ഹാപ്പി അല്ലാതെ പോയില്ല. പക്ഷെ ഈ ഫ്രാൻസിൽ നിന്ന് വരുന്നവരെ നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്യുകയും നല്ല രീതിയിൽ അവരെ എൻജോയ് ചെയ്ത് ഇവിടുന്ന് പോവുകയും ചെയ്താൽ ഈ കൊല്ലം 1,00,000 പേര് വന്നാൽ അടുത്ത വർഷം 2,00,000 പേര് വരും. പക്ഷേ അതിനൊരു അവസരം ഇല്ലെങ്കിൽ, അതായത് അവർ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 10 പേര് പോലും വരിക. ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കാൻ വേണ്ടുന്നത് സംഭവം, മുഹമ്മദ് റിയാസ് കഴിഞ്ഞ വർഷം വലിയൊരു പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ കാരവൻ ടൂറിസം നടപ്പിലാക്കും. വലിയ രീതിയിൽ ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന കുറെ ആളുകൾക്ക് അവരുടെ സൗകര്യത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയാണ് കാരവൻ. യഥാർത്ഥത്തിൽ എന്താണ് ചോദിച്ചിട്ട് ഈ കാരവൻ ടൂറിസം? അതിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിപ്പം ഇപ്പം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ച് പുള്ളി കുറച്ചുകൂടി ഐഡിയ ഉള്ള ആളാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് പുള്ളിക്ക് ആഗ്രഹവും കാണും. പക്ഷേ കാരവാൻ ടൂറിസം എന്ന് പറയുന്നത് പുള്ളിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ പുള്ളി കുറ്റപ്പെടുത്തൊന്നുമല്ല. കാരവാൻ ടൂറിസം നമ്മൾ ഡ്രൈവറെ വെച്ച് ആളെ കയറ്റി പോകുന്ന ഒരു ടൂറിസം അല്ല കാരവാൻ ടൂറിസം. ലോകത്തെല്ലായിടത്തും ഇപ്പം ഇവിടെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. കാരവാൻ ടൂറിസം എന്ന് പറയുന്നത് സത്യത്തിൽ ടൂറിസം തന്നെ നമുക്ക് ഈ ഹോളിഡേയും ടൂറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നാന്ന് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ ഇവിടെ ആൾക്കാർ ഹോളിഡേക്ക് പോകാറില്ല. നമ്മൾ ഹോളിഡേ ആണെന്ന് പറഞ്ഞു പോകുന്നതും പല സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ യൂറോപ്യൻസിന് ഒരു വർഷം 27 അല്ലെ 25 ദിവസം അവർക്ക് അവധി കിട്ടിയേ പറ്റൂ. ഈ 25 ദിവസം അല്ലെ 27 ദിവസത്തിലൊരു ഭൂരിഭാഗം ദിവസവും അവർ വെക്കേഷന് പോകും. വെക്കേഷന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇറ്റലിയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അവർ സ്ലൊവേനിയയിലോ അല്ലെ ഓസ്ട്രിയയിലോ അല്ലെ ഹംഗറിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഇപ്പോൾ കാരവാനിലാണ് പോകുന്നതെന്ന് വെച്ചു. കാരവാൻ ഡംപിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഹോട്ടലിൽ താമസിക്കാൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയത്. അപ്പം കാരവാൻ ടൂറിസം അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊരു കാരവാനുണ്ട്. ഞാൻ, എൻ്റെ ഭാര്യ, 2 പിള്ളേർ, അല്ല ഞാൻ പ്രായമായവരാണെങ്കിൽ ഞാനും ഭാര്യയും ഞങ്ങളിങ്ങനെ കാരവാനും കൊണ്ട് പോകുന്നു. നമ്മൾ നേരത്തെ ഇന്ന സ്ഥലത്ത് ബുക്ക് ചെയ്യുന്നു. നമ്മൾ ആ കാരവാൻ ഇപ്പോൾ സ്ലൊവേനിയ എല്ലാ സ്ഥലത്തും കാരവാൻ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ കാരവാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു. അപ്പം നമുക്ക് ഈ കാരവാൻ പാർക്ക് ചെയ്യുന്നതിന് ഒരു ചെറിയ പൈസയുള്ളൂ. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മൾ ഈ ഇലക്ട്രിക് കാറൊക്കെ ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഇങ്ങനെ പ്ലഗ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു 50 വണ്ടി 100 വണ്ടിയാണെങ്കിലും അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് ഈ ചാർജ് കുത്താനുള്ള സ്ഥലമുണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടി അവിടെ കൊണ്ട് നമുക്കൊരു സ്ലോട്ട് അവർ അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുന്നു. അപ്പം നമ്മൾ വണ്ടി ലെവൽ ചെയ്യണം. ഈ ചെരിഞ്ഞ് കിടന്ന് അതിനകത്ത് നമുക്ക് രാത്രി കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ട്. അപ്പം വണ്ടി ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ പാർക്ക് ചെയ്ത് ഈ പ്ലഗ് കുത്തും. പ്ലഗ് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയുടെ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഇവിടെ ഈ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, വണ്ടി ഓഫ് ചെയ്തിട്ട് അല്ലെ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിട്ട് ഓടാതെ AC ഇട്ട് വണ്ടിക്കകത്തിരിക്കുന്നത്. അത് യൂറോപ്പിൽ സമ്മതിക്കില്ല. ഇപ്പം ജർമ്മനിയിലാണെങ്കിലും സ്വിറ്റ്സർലൻഡിലാണെങ്കിലും നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ഭയങ്കര ചൂടാണ്, ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കണം. അവരൊന്ന് ചോദിക്കും മോട്ടർ ഓഫ് ചെയ്യാൻ പറയും. മോട്ടർ എന്ന് അവർ ഇഞ്ചനാണ് ഉദ്ദേശിക്കുന്നത്. ഇഞ്ചൻ ഓഫ് ചെയ്യും, പൊള്യൂഷനാന്ന് പറയും. അത് പോലീസൊന്നും വേണ്ട. ഇപ്പം സ്വിറ്റ്സർലൻഡ് എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറേ നേരം നമ്മൾ ഇരിക്കുമ്പം ഈ പാട്ടൊക്കെ കേൾക്കുന്നതുകൊണ്ട് ഇനി സ്റ്റാർട്ട് ആകുമെന്ന് പറയാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴിയെ പോകുന്നവർ നിൻ്റെ ഇഞ്ചൻ ഓൺ ആയിരിക്കുകയാണ്, ഓഫ് ചെയ്യാൻ പറയും. നാട്ടുകാർ പറയും. അപ്പം നമുക്ക് ഇപ്പോൾ കാരവാൻ സ്റ്റേഷനിൽ ഈ വണ്ടി ചെന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചൻ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ കറണ്ട് കുത്തി. അപ്പോൾ അവിടെ നമുക്ക് ഡംപിങ് ഉണ്ട്. അതായത് ഇതിൻ്റെ ടോയ്ലറ്റ്സിൽ നിന്ന് ഉള്ള മാലിന്യങ്ങൾ ഡംപ് ചെയ്യാൻ പറ്റും. 2, ഇതിൻ്റെ ടാങ്കിലോട്ട് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റും. പിന്നെ 3, നമുക്ക് ഈ കറണ്ട് പ്ലഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെയിലെല്ലാം ഈ അടുപ്പുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന്, കാരവാൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ടർപ്പാളിയും പോലത്തെ ഒരു സാധനം ഓൾറെഡി ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം. ഇതിങ്ങനെ വലിച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു റൂഫ് പോലെ ആക്കാം. എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടിയിലോട്ട് അവർ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം വെച്ച് ഒരു 3-4 സീറ്റും കസേരയൊക്കെ ഇട്ട്. അപ്പോൾ ഇത്ര സ്ഥലമാണ് നമുക്ക് കിട്ടുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള മാത്രം സ്ഥലമല്ല, ഇതിന് നമുക്കൊരു വർക്ക് ഏരിയ പോലത്തെ ഒരു സ്ഥലവും കൂടെ കിട്ടും.
അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ടർപ്പളെ നൂർത്ത് വെച്ചു, അതിൻ്റെ താഴെ നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്തു, നമുക്ക് ഇരിക്കാനുള്ളൊരു 3-4 കസേര എല്ലാം ഇട്ടു, എല്ലാം ഇട്ട് ഇതിനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ നമുക്ക് ചെറിയ പൈസയേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ വെച്ചാണ് നമ്മൾ ഈ ഡ്രൈവറെ എന്നാ ചെയ്യും? ഡ്രൈവറെ വണ്ടിക്കകത്ത് കിടത്താൻ പറ്റിയല്ലോ. ഒരു കാരവാനകത്ത് മാക്സിമം എത്ര പേർക്ക് കിടക്കാൻ പറ്റും? 2 തരം കാരവാൻ അവിടെയുള്ള. ഒന്ന് 3.5 ടണ്ണ് വരെയുള്ള കാരവാൻ, 2 അതിന് മുകളിലോട്ടുള്ള കാരവാൻ. ഈ 3.5 ടണ്ണ് വരെയുള്ള കാരവാനകത്ത് 4 പേർക്ക് കൂടുതൽ താമസിക്കാൻ പറ്റില്ല, യാത്ര ചെയ്യാനും പറ്റില്ല. അതിന് മുകളിലോട്ടുള്ളത് ഒരു 6 പേര് 7 പേര് വരെ പോവാം. അതിന് വേറൊരു പ്രശ്നമുണ്ട്, അതിന് മെയിൻ റോഡ് ഉൾപ്പെടെ ടൗണിൽ കയറാൻ പറ്റില്ല. ഈ വലിയ കാരവാൻസിന്, ചെറിയ കാരവാൻസിന് ടൗണിൽ കയറാം, പക്ഷേ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാരവാനകത്ത് പോകുമ്പം ഈ ഒരു ഫാമിലി കാരവാൻ പോകുമ്പോൾ ഡ്രൈവറെ എന്ത് ചെയ്യും? മനസ്സിലായി? അപ്പോൾ കാരവാൻ ടൂറിസം ഇവിടെ നല്ല പരിപാടിയാണ്. പക്ഷേ അത് ഇതുപോലെ പ്രൈവറ്റ് യൂസിനെ കാരവാൻ ടൂറിസം, പ്രൈവറ്റ് ടൂറിസിനെ കഴിഞ്ഞും പ്രൈവറ്റ് ഹോളിഡേക്കാണ് കാരവാൻ ടൂറിസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഇതുപോലെ ഡംപിങ് സ്റ്റേഷൻസ് വേണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പം എൻ്റെ അടുത്ത ഒരു പാർട്ടി വന്നപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊരു കാരവാനുണ്ട്, ഞാനത് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അത് നേരത്തെ ഏതാണ്ട് 1 ലക്ഷം രൂപ ടാക്സ് ആയിരുന്നു, ഇപ്പം അത് 40 ആക്കി. കാരവാന് 3.5 ടണ്ണ് വരെയുള്ള കാരവാൻ ഒരു കാറിൻ്റെ ടാക്സേ മേടിക്കാവും. ഈ സാധനം ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിലൊരു കാരവാൻ ഉണ്ടെങ്കിൽ ഇത് ആകെപ്പാടെ ഉപയോഗിക്കുന്ന ഒരു വർഷം കൂടി വന്നാൽ 20 ദിവസമായിരിക്കും. പിന്നെ ഇത് കയറ്റി വിടുമായിരിക്കും. അപ്പോൾ ആ കയറ്റി ഇടുന്ന സമയത്ത് ആകെ, കാരണം ഇത് ഹോളിഡേക്കല്ലേ ഇത് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആ കാരവാന്, അങ്ങനെയുള്ള കാരവാൻസിന് പ്രൈവറ്റ് രജിസ്ട്രേഷൻ കൊടുക്കണം, പ്രൈവറ്റ് വണ്ടിയുടെ ടാക്സേ മേടിക്കാവും. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ വണ്ടികൾ എന്നാ ചെയ്ത്, ഞങ്ങൾ വണ്ടി കയറ്റിയിട്ട് ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യും. ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 1 വർഷത്തേക്കല്ലേ ഇൻഷുറൻസ് എടുക്കുന്നത്. ആ ഇൻഷുറൻസ് നമുക്കിപ്പോൾ നാളെ മുതൽ 1 മാസത്തേക്ക് മിനിമം 30 ദിവസത്തേക്കെങ്കിലും നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ റോഡിൽ ഇടാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നമ്മൾ യാടി വണ്ടി ഇടണം, അല്ലെങ്കിൽ നമ്മുടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് ആ ഇൻഷുറൻസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ദിവസം നമ്മൾ കട്ട് ചെയ്തോ അത്രയും ദിവസം കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. നമുക്കിവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ വക സംവിധാനങ്ങളുണ്ടെങ്കിൽ കാരവാൻ ടൂറിസം നല്ല പരിപാടിയാണ്. ഒരു കോസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് പോകാൻ പറ്റും. പ്രൈവറ്റ് രജിസ്ട്രേഷൻ വേറെയും ഗുണമുണ്ട്, ഇന്ത്യ മുഴുവൻ ഇത് വെച്ച് യാത്ര ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ കാരവാൻ ടൂറിസം അടിപൊളി പരിപാടിയാണ്. പക്ഷേ ഇത് ഫാമിലി ടൂറിന് എൻ്റെ അറിവിൽ അതാണ് ബെറ്റർ ആയിട്ടുള്ളത്. അല്ലാതെ നമ്മളൊരു ഡ്രൈവറെ വെച്ച് ടാക്സിക്കാർ പോകുന്നത് പോലെ ഇത് പോകാനൊക്കെയില്ല. അപ്പോൾ കാരവാൻ അവിടെ കൂടുതലും ആൾക്കാർക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. കാരവാൻ ഇഷ്ടം പോലെ കാരവാൻ ഒരു കമ്പനി റെൻറ്റിന് കൊടുക്കുക. ഇപ്പം നമുക്കൊരു ഫാമിലി ആയിട്ട് ഇപ്പോൾ ഡൽഹിക്ക് പോകണം, നമ്മളൊരു 1 മാസം ട്രിപ്പിന് പ്ലാൻ ചെയ്യുക, വയസ്സായി നമുക്ക് വണ്ടി ഓടിച്ച് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓടിച്ച് നമ്മൾ തന്നെ പോയി 1 മാസമോ 2 മാസമോ പയ്യെ കറങ്ങി തിരിച്ചു വരിക. ഓൾ ഇന്ത്യ പ്രൈവറ്റ് ആകുമ്പോൾ ഓൾ ഇന്ത്യ പോവാം, നമുക്ക് സ്വന്തമായിട്ട് ഓടിച്ച് പോവാം. ചെറിയ റെൻറ്റിന് കാരവാൻ കിട്ടും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ് കാരവാൻ ടൂറിസം നടത്താൻ. ഇവിടെ ഈ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മുടക്കുന്ന കാശിൽ 90% വേസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എന്താ വെച്ചാൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങളിലോ എല്ലാം തന്നെ ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാതെ നമ്മൾ ഇതിന്റെ പുറത്ത് വെള്ളമൊഴിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡംപിങ് സ്റ്റേഷനുകൾ വേണം, അതുപോലെ ഇത് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം. ആളുകൾക്ക് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം പോയപ്പോൾ ഏതാണ്ട് 6-7 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. അപ്പോൾ വേഗതയുള്ള റോഡുകൾ വേണം. ഇതൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിക്കാതെ ശരിക്കും പുറത്ത് കേരള ടൂറിസത്തെ കുറിച്ച് പരസ്യം കൊടുക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. അത് ശരി. അതിനകത്ത് ഞാൻ 2-3 കാര്യം പറയാം. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇപ്പം ഞാനൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരുമെന്ന് വെച്ചു, ഞാനൊരു 20 പേരുടെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് അങ്ങനെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. നമ്മളൊരു 20 പേരുടെ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് ഇറ്റലിയിൽ നിന്ന് തന്നെ വരുവാന്ന് വെച്ചു. നമ്മൾ ഇറ്റലിയിൽ നിന്ന് വന്നു, ദുബായിൽ എവിടെയെങ്കിലും ഒരു 5.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ഇറങ്ങി. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തു, ഒരു 3 മണിക്കൂർ അവിടെ സ്റ്റേ ഓവർ കിട്ടി. അവിടെ നമ്മൾ വീണ്ടും വന്ന് ഇറങ്ങി. ഇപ്പോൾ ഈ നെടുമ്പാശ്ശേരി വന്നിറങ്ങി തന്നെ വെച്ചു. നെടുമ്പാശ്ശേരി വന്നിറങ്ങി ഇവരെല്ലാവരും വന്ന് ഇപ്പോൾ ഒരു 20 പേരുടെ ഒരു വണ്ടി, അല്ലെ 20-22 പേരുണ്ട്, ഒരു 26 പേരുടെ ഒരു ടെമ്പോ ട്രാവലർ വന്നു. ഇവരെല്ലാവരും ആദ്യം ചെയ്യുന്നതാണ് ഈ പെട്ടി കൊണ്ടുവന്ന് വണ്ടിയുടെ സൈഡിൽ കൊണ്ട് വെക്കും. ഈ നമ്മുടെ ഏത് ടെമ്പോ ട്രാവലർ 22 പേരുടെ പെട്ടി കയറും? ഈ 26 പേരെന്ന് പറയുന്നത് വണ്ടിയുടെ ബാക്കിലെ ഡോർ വരെ സീറ്റാണ്. ഈ 26 പേരുടെ പെട്ടി എവിടെ കയറും നിങ്ങൾ പറ? എൻ്റെ ഒരു ടൂർ ഓപ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം, ഒരു 10 ദിവസത്തേക്ക് ആ ടൂർ വരുന്നെങ്കിൽ 2 കാരണമുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ ഇടാൻ ആൾക്കാർ വരുന്നത്. 10 ദിവസം കൊണ്ട് 10 ജോഡി ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. നോർമലി ഒരാൾക്ക് 2 പെട്ടി കാണും, ഒരു ഹാൻഡ് ബാഗും കാണും. അപ്പോൾ 20 പേരുണ്ട്, 40 പെട്ടിയും കാണും, ഒരു 20 ഹാൻഡ് ബാഗും കാണും. ഇത് നമ്മുടെ ഏത് ടെമ്പോ ട്രാവലറെ കയറും?
പോട്ടെ, നമ്മുടെ ഏത് ടൂറിസ്റ്റ് ബസ്സേ കയറും? നിങ്ങളത് പറ. അതെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ വരുമ്പം തന്നെ നമ്മുടെ ഡ്രൈവറും ഒരു പരിധി വരെ ഡ്രൈവർമാർ ഈ പെട്ടി അവിടെ കയറ്റും, മോളിൽ കയറ്റും, അത് കടുതായിട്ട് കയറ്റും, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ 26 സീറ്റ് ടെമ്പോ ട്രാവലർ 20 സീറ്റിനെ അനുമതി കൊടുക്കണം. 20 സീറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. ഈ 6 സീറ്റിൻ്റെ സ്പേസ് ഉണ്ടല്ലോ പുറകോട്ടുള്ള, ആ 6 സീറ്റിൻ്റെ സ്പേസ് ലഗേജ് ഇടാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെയൊക്കെ വണ്ടികൾ 9 സീറ്റർ വണ്ടികളാണ്. എനിക്കവിടെ ബെൻസിൻ്റെ 3-4 വണ്ടിയുണ്ട്, റിനോൾട്ട് ഉണ്ട്, ഫിയറ്റ് ഉണ്ട്. ഈ വണ്ടികൾക്കൊക്കെ 9 സീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു 16 പെട്ടി കയറത്തക്ക സ്പേസ് ഫ്രീ ആയിട്ട് കിടക്കുക. അപ്പോൾ ഈ 10-16 പെട്ടിയും കയറും, 9 പേരും കയറും. നമുക്ക് എത്ര രാജ്യത്ത് വേണേലും എത്ര ദിവസം വേണേലും ഇതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇപ്പം ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരു ഒഫീഷ്യലിന് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് മനസ്സിലാവും. കാരണം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണിത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് പെട്ടിയെല്ലാം സോൾവ് ചെയ്തത് മുകളിൽ കയറ്റി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറ്റി, അല്ലെങ്കിൽ ഒരു 15 പേരെ വന്നുള്ളൂ, വണ്ടിക്ക് അത് സ്പേസ് ഉണ്ട്, ഇതെല്ലാം പറക്കി പുറകെ കയറ്റി, എല്ലാം ഓക്കെ. ഇനി അവിടെ ഒരു കാര്യം പറയാം. അവിടുത്തെ നിയമം അനുസരിച്ച് ഈ പെട്ടി വണ്ടിയുടെ അടുത്ത് വരെ വെച്ചാൽ മതി. ആര്? വരുന്ന ക്ലയൻറ്റ്. ഇതിനകത്ത് ലോഡ് ചെയ്യേണ്ടത്, ഇതിനകത്ത് നിന്ന് അൺലോഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഡ്രൈവർക്കാണ്. അപ്പോൾ ഒരു ദിവസം 4 യൂറോ അവർ ഡ്രൈവർക്ക് ടിപ്പ് കൊടുക്കും. അത് തന്നെ ഒരു നല്ല പൈസയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ വണ്ടിയെ കയറി കഴിയുമ്പോൾ ഇവരെന്നാ മടുത്താ വരുന്നത്, ഒന്ന് ചായച്ചൊന്നിരിക്കാൻ നോക്കും. അപ്പോൾ ഇതിനകത്തൊരു നല്ല ശതമാനം വണ്ടികൾക്ക് പുഷ് ബാക്ക് സീറ്റ് ഇല്ല. അപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങും. ഒരു 10 ദിവസം പോകേണ്ട ടൂറായിരിക്കും. പുഷ് ബാക്ക് സീറ്റ് ഇല്ലാതെ എങ്ങനെ ഈ 10 ദിവസം ഇതിനകത്ത് ടൂർ പോകും? ഞങ്ങളവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ ഉണ്ട് റോം ടു ഫ്ലോറൻസ്. 3 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞങ്ങൾ ചെല്ലും. ഇവിടെ 100 ഇപ്പോൾ നമ്മൾ 150 കിലോമീറ്റർ ഉള്ള മൂന്നാർ വരെ നമ്മൾ 5 മണിക്കൂർ കൊണ്ടേ ചെല്ലുള്ളൂ. ഈ പുഷ് ബാക്ക് സീറ്റ് ഇല്ലാത്ത വണ്ടിയിൽ ഇവരെങ്ങനെ ഇരിക്കും? എന്തുകൊണ്ടാണ് പുഷ് ബാക്ക് സീറ്റ് ഇല്ലാത്ത വണ്ടിക്ക് എൻ്റെ അറിവിൽ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. പുഷ് ബാക്ക് സീറ്റ് ഇല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ ഒരു വണ്ടിയുടെ സീറ്റിനായിട്ട് 350 രൂപ ടാക്സ് ഉള്ളൂ. പുഷ് ബാക്ക് ഉണ്ടെങ്കിൽ അതിന് 1000 രൂപ ടാക്സ് ആയി. അപ്പോൾ ഒരു ക്വാർട്ടറിൽ ഇത്രയും സീറ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ 700 രൂപയുടെ അല്ലെ 700 ചിലോൻ്റെ വ്യത്യാസം വരുമ്പോൾ അല്ലെ 600 ചിലോൻ്റെ വ്യത്യാസം വരുമ്പോൾ ഒരു വർഷത്തെ ഒരു ക്വാർട്ടറിലെ ടാക്സിൽ എത്ര രൂപയുടെ വ്യത്യാസം വരും? അപ്പോൾ ഈ വണ്ടികൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യുമ്പോൾ ഈ വ്യത്യാസം ഒരു വലിയ വ്യത്യാസമാണ്. അപ്പം അതാരാ മനസ്സിലാക്കണ്ടേ? ഈ ബേസിക് ആയിട്ട് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നേരെ ടോയ്ലറ്റ്സിൻ്റെ പ്രശ്നം. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാം ഈ ഇവിടുത്തെ ഹൈവേ കൂടെ വണ്ടി ഓടിക്കുന്നവരല്ലേ? അപ്പോൾ ആലുവ വരെ പോയാൽ നമ്മൾ ഇവിടുന്ന് നേരെ ചെന്ന് എടപ്പള്ളിയിലോ എവിടെയെങ്കിലും കയറി നമ്മൾ ആ പില്ലറിനടിയിൽ മറ്റേ മെട്രോ പോകുന്ന റോഡിനടിയിൽ കയറി നിങ്ങൾക്ക് എത്ര പേർക്ക് കാറെ പോയാൽ റൈറ്റ് ട്രാക്ക് പിടിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ നമ്മളോട് ഇതിലേ കൂടെ ഓവർടേക്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്? റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യണമെന്നാണോ ഇവിടെ പഠിപ്പിക്കുന്നത്? എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നതാ? ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത്, വലത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത്, വീണ്ടും ഇടത് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത്, ഈ അരമണിക്കൂർ കൊണ്ട് ചെല്ലുന്ന വണ്ടി, ഹെവി വണ്ടികൾ, ബസ്സും ലോറിയും, അതായത് ഓട്ടോറിക്ഷ പോലെയുള്ള വണ്ടികളും, അതായത് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ പോക്കത്തിൽ പോകുന്ന വണ്ടികൾ മാത്രം റൈറ്റ് ട്രാക്കിലൂടെ ഓടിയാൽ നിങ്ങളിപ്പോൾ തൃശ്ശൂർക്ക് 8 മണിക്കൂർ കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് 4 മണിക്കൂർ കൊണ്ട് ചെല്ലാൻ പറ്റും. ആക്സിഡൻറ്റ് 50% കുറയ്ക്കാൻ പറ്റും. ഇപ്പം നമ്മൾ വണ്ടി സിക്സാഗായിട്ടാണ് ഓടിക്കുന്നത്. അതെ, സിക്സാഗ് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെയല്ലേ? ഈ 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു ലോറിക്കാരൻ റൈറ്റ് സൈഡ് പിടിച്ചാൽ പിന്നെ അവനോടൊന്ന് മാറ്റുമോ? ഒരു ഓട്ടോറിക്ഷ റൈറ്റ് സൈഡ് പിടിച്ചാൽ പിന്നെ അവൻ മാറ്റുമോ? നിങ്ങൾ യൂറോപ്പിൽ എവിടെയെങ്കിലും വന്ന് അല്ല അമേരിക്കയിലോ എവിടെയെങ്കിലും ചെന്ന് നിങ്ങളിതൊന്ന് നോക്ക്. ഒരു പുറകെ ഇപ്പം നമുക്ക് 130 കിലോമീറ്ററാണ് ഇറ്റലിയിലെ സ്പീഡ്, മാക്സിമം സ്പീഡ്. നമുക്ക് 130 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 136 കിലോമീറ്റർ വരെ നമുക്ക് എടുക്കാം. കാരണം ഇപ്പം എനിക്കിവിടെ 80 കിലോമീറ്റർ പോകേണ്ട റോഡിൽ കൂടെ 83 കിലോമീറ്ററിന് പോയിട്ട് 1500 രൂപ ഫൈൻ വന്നു നേരത്തെ. അതായത് ഇത് മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ കാല് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ലേ, അല്ലാതെ ഇത് മിഷനൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഉള്ള വണ്ടികൾക്ക് ക്രൂയിസ് ഉണ്ടെന്ന് വെച്ചു, ക്രൂയിസ് കൺട്രോൾ. ഇപ്പം ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെയിം കാല് തന്നെ ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഞാനൊരു ടൂർ ഓപ്പറേറ്റർ ആണെങ്കിലും ഞാൻ ബേസിക് ഒരു ഡ്രൈവറാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 16 ലക്ഷം കിലോമീറ്റർ ഞാൻ യൂറോപ്പിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഈ 10-35 രാജ്യത്തായിട്ട്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പം നമ്മൾ ഈ സെയിം കാല് കൊടുത്താലും ഒരു ഇറക്കം വരുന്നെങ്കിൽ ചിലപ്പം വണ്ടി ഒരു 2 കിലോമീറ്ററൊക്കെ സ്പീഡ് കൂടാം. അപ്പോൾ ഈ 82 നിന്ന് 85 പോയാൽ 1500 രൂപ ഫൈൻ അടിച്ചാൽ ഇവിടെ എങ്ങനെ പറ്റും? ഞങ്ങൾക്ക് 130 കിലോമീറ്റർ സ്പീഡുള്ള റോഡിൽ 136 കിലോമീറ്റർ സ്പീഡ് എടുക്കാം. അപ്പം നമ്മൾ 3 ട്രാക്ക് ഉണ്ട്. നമ്മൾ റൈറ്റ് ട്രാക്കിൽ, അതായത് അവിടെ ലെഫ്റ്റ് ട്രാക്കിൽ നമ്മളിങ്ങനെ പിടിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ പുറകിലൊരു വണ്ടി വരും. അപ്പം നമ്മൾ ഗ്ലാസ് നോക്കിയാണ് ഓടിക്കുന്നത്. നമ്മുടെ പുറകിലൊരു വണ്ടി വന്ന് അവൻ അകലേന്ന് വരുമ്പോൾ ഒന്നെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടും, അല്ലെങ്കിൽ അവൻ ലൈറ്റ് അടിക്കും. ആ ലൈറ്റ് അടിച്ച് തീരുന്നതിന് മുമ്പേ ഗ്യാപ്പ് ഉണ്ടോ ഞാനല്ല ആരായാലും മാറ്റിയിരിക്കും. കാരണം അവൻ ആ സെയിം റൂട്ട് പിടിക്കുകയില്ല. അപ്പം
അവിടുത്തെ നിയമം തേർഡ് ട്രാക്കും സെക്കൻഡ് ട്രാക്കും ഫസ്റ്റ് ട്രാക്കാണ് സ്പീഡ് ട്രാക്കിൽ കാറും അതുപോലെ സ്പീഡ് വണ്ടികളും മാത്രമേ ഓടാൻ പാടുള്ളൂ. ബസ്സും ലോറിയും ഔട്ടർ ട്രാക്കിൽ മാത്രമേ ഓടാൻ പാടുള്ളൂ. ബസ്സും ലോറിയും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ട്രാക്കിൽ കയറി ഓവർടേക്ക് ചെയ്യുക, തേർഡ് ട്രാക്കിലോട്ട് മാറുക. ചില റോഡിൽ ഫസ്റ്റ് ട്രാക്കും സെക്കൻഡ് ട്രാക്കും ഉള്ളൂ എന്ന് വെച്ചു, ലോറിയും ബസ്സും ഇങ്ങനെ സെക്കൻഡ് ട്രാക്കിൽ കൂടെ തന്നെ ഓടിക്കൊണ്ടിരിക്കും, ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ ഫാസ്റ്റ് വണ്ടികൾ പോകും. അപ്പോൾ ഈ വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അവൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഫസ്റ്റ് ട്രാക്കിൽ കയറും. ഫസ്റ്റ് ട്രാക്ക് കയറി ഓവർടേക്ക് ചെയ്ത ആ നിമിഷം അവൻ സെക്കൻഡ് ട്രാക്കിലോട്ട് മാറും. ഇവിടെ ഓടാൻ പാടില്ല. നമ്മൾ ഇവിടെ ഓടുന്നത് പോലെ സിക്സാഗായിട്ട് അവിടെ ഔത്തോസ്ട്രാദ ഹൈവേയിൽ ഓടിയാൽ നമ്മുടെ ലൈസൻസ് പോയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ വളരെ സിമ്പിളായി നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വലിയ നിരീക്ഷണമാണ്. സിക്സാക്കായിട്ട് വണ്ടി ഓടിക്കുന്നതിനോട് നേരെ പോയിട്ടെങ്കിൽ അത് ആരും നേരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ നിരീക്ഷണമാണ്. എൻ്റെ ചോദ്യം എവിടെയാണ്, നമ്മുടെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ലോങ് ടൈമിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ എൻ്റെ ചോദ്യം അതായിരുന്നു, ഇപ്പം നമ്മൾ റോഡുകൾ നല്ലത് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, ഇതുപോലെ സ്റ്റേഷനുകൾ വേണം, നല്ല ടോയ്ലറ്റ് സൗകര്യം വേണം, ഇതെല്ലാം വേണം. പ്ലസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ റോഡ് കൾച്ചർ കൂടി വേണമല്ലോ. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ബൈക്കായിട്ട് ഇറങ്ങുന്നവനോ ഇതായിട്ട് ഇറങ്ങുന്നവനോ ഇപ്പം ഞങ്ങൾ പോലും പലതവണ കണ്ടിട്ടുണ്ട്. അതായത് 3 പേര് പോകുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ കൂടെ വന്നപ്പോൾ ഒരു പയ്യൻ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ മൊബൈൽ വെച്ചിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ കുറിച്ച് ആരും കൺസേൺഡ് അല്ല. മറ്റേ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു കൾച്ചർ തന്നെയുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അവർ ഇപ്പോൾ ഹോട്ടലിൽ ഇരുന്നാൽ പോലും പതുക്കെ സംസാരിക്കും, കാരണം മറ്റുള്ള ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. നമ്മൾ അത്തരം കൾച്ചറുകളോ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതല്ലേ എന്നാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇതൊന്നും സംഭവിക്കാത്തതിന്റെ കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അഭിപ്രായം പറഞ്ഞാൽ മതി. ഒന്ന്, ഫോറസ്റ്റിനെ കുറിച്ച് അറിയാത്തവൻ എന്ത് ചെയ്യുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആവുന്നു. ടൂറിസത്തെ കുറിച്ച് അറിയാത്ത ഒരാളാണ് IAS എഴുതിയെടുക്കുക എന്നുള്ള ഒരു ഒറ്റ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളിലോ മറ്റൊരു ധാരണയും ഇല്ലാത്ത ഒരാൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഹെഡ് ആവുന്നു. ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇത് ചോദിക്കാൻ കാര്യം, ഇപ്പൊ ശിവൻകുട്ടി തന്നെ കഴിഞ്ഞ തവണ ഫിൻലൻഡിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളി വിദ്യാഭ്യാസ മന്ത്രിയാണ്. പുള്ളി വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പുള്ളി ഇവിടെ വന്നിട്ട് പറഞ്ഞത് മുഴുവൻ റോഡുകളെ കുറിച്ചാണ്. അതായത് സൈക്കിളിന് വലിയ ട്രാക്ക് ഉണ്ട്, എത്ര ഗംഭീരമാണ്, മനോഹരമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ആരും നടപ്പിലാക്കാൻ ഒരു ലീഡർഷിപ്പ് നമുക്ക് ഇല്ലാത്തതല്ല ഇതിന്റെ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ വേറെ 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 10-16 ലക്ഷം കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളും കൂടെ പോയിട്ടുണ്ട്. ഇപ്പം ഒരു ചെറിയ ഉദാഹരണത്തിന് ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റോമിൽ നിന്നാന്ന് വെച്ചു. റോം പോയി, ഫ്ലോറൻസ് പോയി, രാജ്യം പറയാം. റോമിൽ നിന്ന് ഞങ്ങൾ നേരെ സ്ലോവേനിയ കയറി, ഓസ്ട്രിയ കയറി, ജർമ്മനി കയറി, സ്വിറ്റ്സർലൻഡ് കയറി, പിന്നെ അവിടുന്ന് വീണ്ടും ജർമ്മനി കയറി, നമ്മൾ പാരീസ് പോയി. ഇനി അതുമല്ല, വീണ്ടും 2 ദിവസത്തോടെയാണ് അവിടെ നേരെ ബെൽജിയം പോയി, അവിടുന്ന് ആംസ്റ്റർഡാമിൽ പോയി. ഈ റൂട്ടുകളിൽ കൂടി ഇത്രയും വർഷങ്ങൾ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന പോലെ ഒരു ഫൈൻ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ ഓടിക്കുന്ന ആള് തന്നെയല്ലേ ഞങ്ങൾ അവിടെ വണ്ടി ഓടിക്കും. അവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലോകത്ത് എല്ലായിടത്തും ഉള്ളത്, മിക്ക രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വലിയ ടാക്സ് ചുമത്തുന്ന ഒരു രാജ്യം. അതാ പറഞ്ഞേ. നമ്മുടെ ഇവിടെ ഒരു കാറ് മേടിച്ചാൽ, ഇപ്പൊ നമ്മളൊരു 50 ലക്ഷം രൂപ കൂടുതലുള്ള ഒരു ഫോർച്യൂണർ കാറ് മേടിച്ചാൽ അതിൽ 25 ലക്ഷം ഗവൺമെന്റിനുള്ള ടാക്സ് ആണ്. അതെ, അതിന് വേറെ കാര്യം ഞാൻ പറയാം. അത് ഒരെണ്ണം പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലോട്ട് പോകാം. ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന മെർസഡസ് ബെൻസിന്റെ വീത്തോ, ഞാനിപ്പോൾ ഈ വണ്ടി ഇപ്പോഴല്ല, 55,000 യൂറോയ്ക്കാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടി മേടിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷം മേടിച്ച വണ്ടി അവിടെ നിൽക്കട്ടെ, ആദ്യത്തെ വണ്ടി ഞാൻ മേടിക്കുന്നത്. കാരണം ഇപ്പോൾ ആ ബെൻസ് ഇവിടെ വിൽക്കുന്നില്ല, അതുകൊണ്ടാണ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആ റേറ്റ്. ഞാൻ 2019 ആ വണ്ടി ഞാൻ അവിടെ മേടിക്കുന്നത് 55,000 യൂറോയ്ക്കാണ്. ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇവിടുത്തെ വില ഒരു 50 ലക്ഷം രൂപ വരും. ഈ 50 ലക്ഷം രൂപ വരുന്ന ഈ വണ്ടി അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു, ജോഷി ഇവിടെ ഞങ്ങളുടെ ആ വണ്ടിയെ വന്ന് യാത്ര ചെയ്ത് ഇവിടെ ഈ വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ ഇവിടുത്തെ വില 1,03 ലക്ഷം രൂപയാണ്. ഒരു ടൂർ ഓപ്പറേറ്റർ 1,03 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി എടുത്തപ്പോൾ 15 വർഷം കൊണ്ട് വണ്ടിയുടെ ലൈഫ് തീർന്നല്ലോ. ഈ 1,03 ലക്ഷം രൂപ എന്ന് റിട്ടേൺ പിടിക്കും. പിന്നെ റോഡിലെ കാര്യം പറഞ്ഞ്, റോഡിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇതിനപ്പുറത്തെ ജംഗ്ഷനിലൊരു സ്ഥലമുണ്ട്, നമ്മൾ നേരെ പോകുന്ന റൂട്ടുണ്ട്, ലെഫ്റ്റ് എപ്പോഴും ഫ്രീ ലെഫ്റ്റ് ആണല്ലോ. ഈ ഫ്രീ ലെഫ്റ്റിലോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരൻ ഒന്നെങ്കിലും ഫ്രണ്ടിൽ പോകാനുള്ളവൻ ഇങ്ങനെ കുത്തിത്തിരിച്ച് ആ ഫ്രീ ലെഫ്റ്റിലോട്ട് കൊണ്ടുവെക്കും. അല്ലെങ്കിൽ ഈ നേരെ സ്ട്രെയിറ്റ് പോകേണ്ട വണ്ടികളുടെ പുറകിലെ സ്ട്രെയിറ്റ് പിടിക്കാവും. അതിന് പകരം ഈ സ്ട്രെയിറ്റ് പോകേണ്ട വണ്ടിക്കാരൻ ലെഫ്റ്റ് കയറ്റി പിടിക്കും. അപ്പം ഇവിടം വരെ ട്രാഫിക് വരും. ഇത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണെന്നറിയോ, റോഡിൽ മാർക്ക് കൊടുക്കണം, സ്ട്രെയിറ്റ് ലെഫ്റ്റിൽ മാർക്ക് കൊടുക്കണം, ഇങ്ങനെ ഇട്ടിട്ട് ലെഫ്റ്റിലോട്ട് ആരോ കൊടുക്കണം. എന്നിട്ട് ആ ലെഫ്റ്റിലോട്ട് പോകുന്ന വണ്ടിക്കാരൻ മാത്രമേ ലെഫ്റ്റ് ട്രാക്കിൽ പിടിക്കാവൂ. അതിന് ആരോ കൊടുക്കാതെ എങ്ങനെ സാമാന്യ ബുദ്ധിയുള്ളവന് മനസ്സിലാവും. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് അവനോട് ഇൻസിസ്റ്റ് ചെയ്യണമെങ്കിൽ
നമ്മളതിന് മാർക്ക് റോഡിൽ വരയ്ക്കണം. നമ്മൾ റൈറ്റ് ട്രാക്കിൽ പിടിക്കുന്നവന് നേരെയുള്ള ആരോയും ലെഫ്റ്റ് ട്രാക്കിൽ ഇടത്തോട്ട് ആരോയും കൊടുത്താൽ അത് പിടിച്ചില്ലെങ്കിൽ അവന് നമുക്ക് ഫൈൻ. ഇങ്ങനെയുള്ളവർക്ക് 10 ഫൈൻ കൊടുത്തു കഴിയുമ്പോൾ അവൻ ശരിക്കും ഓടിക്കും. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്നാളെ ഞങ്ങൾ റോഡിൽ കൂടെ വന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് തിരിയുക, അപ്പം അത് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ട്, പിന്നെ വേറൊരു വഴിയുണ്ട്, ഇപ്പുറത്ത് 3 വഴി നിൽക്കുക. എനിക്കത് ഇതിലെ കൂടെ അങ്ങോട്ട് കയറേണ്ടതെന്ന്. ഞാൻ 82-ൽ ലൈസൻസ് എടുത്ത് 84 ലൈസൻസ് എടുത്തിട്ട് ഈ കണ്ട ലോകം മുഴുവൻ ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് എനിക്കിത് എങ്ങോട്ടാണ് കയറേണ്ടതെന്ന് പിന്നെ ഒരു സംശയം. ഞാനൊന്ന് സ്ലോ ചെയ്തിട്ട് പുറകിലുള്ള വണ്ടിക്കാരനെ കയറ്റി വിട്ട് അവൻ പോയ കാരണം കറക്റ്റായിട്ട് ആരോ കൊടുക്കണം. ഇപ്പം നമ്മളൊരു റോഡിലോട്ട് 3 എൻട്രി ഉണ്ട്, ഏത് റോഡിൽ കയറാം ഏത് റോഡിൽ കയറാൻ മേല എന്ന് കറക്റ്റായിട്ട് ആരോ കൊടുക്കണം. ആ ആരോ കൊടുത്താൽ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് കയറി പോവാം. 3 റോഡും ഉണ്ട്, അവിടുന്ന് ഒരു വണ്ടി വരുന്നുമില്ല, നമ്മൾ ഏത് റോഡിൽ കയറും? ഇനി ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നാളെ ഞങ്ങളൊരു സ്ഥലം ഞാൻ പറയുന്നില്ല, പറവൂരാന്ന് വെച്ചു, കറക്റ്റ് റോഡൊന്നും ഞാൻ പറയുന്നില്ല. ഒരു റോഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി വരുമ്പം എനിക്ക് റൈറ്റിലോട്ട് തിരിയണം. അപ്പം എനിക്കൊരു സംശയം, ഇത് 1 വേ ആണോ എന്നൊരു സംശയം. അപ്പം ഞാൻ കുറച്ച് നേരം നിന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് വണ്ടി പോകുന്നില്ല. അപ്പം 1 വേ ആണോ എന്ന് ഞാൻ ഗ്ലാസ് താത്തി അവിടെ ഇരുന്ന ഒരാളോട് ചോദിച്ചു, ഇത് 1 വേ ആണോ? എനിക്ക് റൈറ്റിലോട്ട് ചേട്ടാ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് 1 വേ ആ. ഇതിപ്പോൾ ഞാൻ കണിയാനാണോ? ഞാൻ എങ്ങനെ അറിയും? ഞാൻ രാത്രിയിലാണ്, ഞാൻ എങ്ങനെ അറിയും? ഞാൻ അപ്പം സ്വാഭാവികമായിട്ട് ഒരു 1 വേ റോഡിലോട്ട് ഒരു ബൈ റോഡിൽ നിന്ന് വന്നിറങ്ങുന്ന ആൾ എങ്ങനെ അറിയും ആ റോഡ് 1 വേ ആണോ 1 വേ അല്ലയോ എന്ന് എങ്ങനെ അറിയും? നമുക്കവിടെ മാർക്ക് വേണ്ടേ? അപ്പം ആരോ കൊടുക്കണം, ഇങ്ങോട്ട് മാത്രമേ പോകാവുള്ളൂ. അപ്പം അങ്ങനെ അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇരിട്ടി കവല, ഇരിക്കൂർന്ന് നമ്മൾ വന്നിട്ട് ഇരിട്ടി കവലയിലോട്ട് തിരിയുന്ന, ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്, ഞാൻ 2 വർഷം മുമ്പിലത്തെയാണ് ഈ പറഞ്ഞ പോലെ തിരിയുന്നത്. അപ്പം ഇടയ്ക്കൊരു പോസ്റ്റ് നിൽക്കുക, നമുക്ക് റൈറ്റിലോട്ട് തിരിയണോ? ഇപ്പം അവിടുത്തെ ഒരു നിയമം വെച്ചാണ് നമ്മൾ ലെഫ്റ്റ് കറങ്ങിയേ പോകാൻ പറ്റുള്ളൂ. ഇത് എതിലേ കൂടെ തിരിയണം. ഞാൻ ലെഫ്റ്റ് കറങ്ങി വന്നപ്പോൾ അവിടെയുള്ള വണ്ടിക്കാരൻ എന്നെ പൂരത്തെറി. നമുക്ക് റൈറ്റ് തിരിയാൻ പറ്റില്ല. നമ്മൾ പഠിച്ച ഡ്രൈവിംഗ് വെച്ച് റൈറ്റ് നമുക്ക് തിരിയാൻ പറ്റില്ല, കാരണം നമുക്ക് റൈറ്റ് പോകാനൊക്കെയല്ലോ. അപ്പം ലെഫ്റ്റ് തിരിഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ വണ്ടിക്കാരൻ എന്നെ പൂരത്തെറി, നിനക്ക് അപ്പുറേ പോയാൽ പോരെ. അപ്പം നമ്മൾ എങ്ങനെ തീരുമാനിക്കും? പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, റോഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് ഈ ലൈൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇവിടുത്തെ ലൈൻസിനെ പറ്റി അറിയാം? ഇപ്പം ഒരു റോഡ് ഇങ്ങനെ കൊടുത്തിട്ട് ക്രോസ് ലൈൻ ഇട്ടിരിക്കുക. ആ ലൈൻ്റെ അർത്ഥം രാജേഷ് അറിയോ? വണ്ടി അവിടെ കയറാനും പാടില്ല, അവിടെ പാർക്ക് ചെയ്യാനും പാടില്ല. പിന്നെ 2 കണ്ടിന്യൂസ് മുറിവില്ലാത്ത ലൈൻ പോകാന്ന് ഓർത്തു. 2 ലൈൻ, ഒരു റോഡിന്റെ നടുക്കൂടെ 2 ലൈൻ പോവുക. അത് കട്ടില്ല. ആ റോഡ് എന്നാന്നറിയോ? നിങ്ങൾ വണ്ടി ഓടിക്കുന്നില്ല, അറിയോ? എൻ്റയർലി 2 ഡിഫറെന്റ് റോഡാണ്. അതായത് അത് ഒറ്റ റോഡായിട്ട് പരിഗണിക്കാൻ പാടില്ല. അത് 2 റോഡാ. അങ്ങോട്ട് പോകുന്ന ഒരു റോഡ്, ഇങ്ങോട്ട് വരുന്നത് വേറൊരു റോഡ്. ഒരു കാരണവശാലും ഇവൻ ഈ റോഡ് കട്ട് ചെയ്ത് അപ്പുറത്ത് കയറാൻ പാടില്ല, അവൻ അവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ കയറാൻ പാടില്ല. കയറിയാൽ ഞങ്ങൾക്ക് അവിടെ 20 പോയിന്റ് ഒരു ലൈസൻസിനുള്ളൂ. അതും ആ റോഡിന്റെ ഗ്രേഡ് അനുസരിച്ചിരിക്കും. അത് മെയിൻ റോഡാണെങ്കിൽ അവൻ്റെ 10 പോയിന്റ് ലൈസൻസ് എന്നുള്ളൂ. മനസ്സിലായോ? അതുപോലെ ഒരു ലൈൻ ഇങ്ങനെ പോവുക, 2 ലൈൻ പോകുന്നതിൽ ഒരു ലൈൻ കട്ടുണ്ട്, ഈ ലൈന് കട്ടില്ല. അതിന്റെ അർത്ഥം കട്ടുള്ള സൈഡിൽ നിന്ന് അവൻ അപ്പുറത്തോട്ട് കയറാം, അപ്പുറത്തോട്ട് അവൻ ഇപ്പുറത്തോട്ട് കയറാൻ പാടില്ല. അങ്ങനെ ഇത് ആരാ പഠിപ്പിക്കുന്നത്? ചുമ്മാ വഴി വരച്ചു വെച്ചാൽ മതിയോ? അതുപോലെ നമ്മളിപ്പോൾ 2 റോഡ് കൊടുത്തിട്ട് സൈഡിലോട്ടൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബൈ റോഡുണ്ട്. ആ വരയ്ക്ക് അവിടെ കട്ട് കൊടുക്കണം. കട്ട് കൊടുത്താൽ മാത്രമേ ഈ വണ്ടിക്കാരൻ ഈ റോഡ് കട്ട് ചെയ്ത് അപ്പുറത്ത് പോകാനൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരു ബൈ റോഡ് കട്ട് ചെയ്യാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതിൽ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ രാജേഷ് എപ്പോഴും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് രതീഷ് ഇതൊരു അത്ഭുതമായിരിക്കും എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ ഒരു കാഴ്ച, ഈ റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ചരട് വെച്ച് കിട്ടിയിട്ടായിരിക്കും. അതുപോലെ വാഴ വെച്ചിട്ടുണ്ടോ, ആ ടാർ വീപ്പ് നല്ല കറുത്തതാണ്. ഇനി വേറൊരു കാര്യം അറിയോ, നമ്മൾ യൂറോപ്പിൽ ഞാൻ വേറൊരു കാര്യം, നിങ്ങൾ ഈ റോഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു വണ്ടി സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് തിരിച്ച് ഇറ്റലി കയറി ഓടി വന്നപ്പം ഒരു കല്ലടിച്ച് അതിൻ്റെ ഒരു ഗ്ലാസ്സിനൊരു സ്പോട്ടുണ്ടായി. അപ്പോൾ തന്നെ തൊട്ടടുത്ത് ടോൾ ഗേറ്റ് വന്നപ്പോൾ അവർ അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞാൽ നീ പോലീസ് റിപ്പോർട്ട് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ ചെന്ന് അപ്പം നമ്മൾ ഈ ടോൾ അടച്ച പേപ്പറും കൊണ്ടുവന്ന് പോലീസ് റിപ്പോർട്ട് തന്നു, ഇന്ന പോലെ ഇവൻ്റെ വണ്ടിയുടെ ഇന്ന സ്ഥലത്ത്. ആ പോലീസ് റിപ്പോർട്ട് വെച്ച് നമുക്ക് കൊമ്മൂണെ സർക്കാരായാലും നമുക്ക് നഷ്ടപരിഹാരം തരണം. ടോൾ റോഡിൽ കൂടെ ഒരു കല്ലടിച്ച് നമ്മുടെ ഒരു ഗ്ലാസ്സിന് ഒരു ചിന്നൽ വീണതിന് സർക്കാർ നമുക്ക് കോമ്പൻസേഷൻ തരണം ടോൾ റോഡിൽ. അതാണ് ഇവിടുത്തെ നിയമം. ഇവിടെ ഉണ്ടോ?